ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ലേസി ഡേസി ആടെ ആ സ്റ്റിച്ചിൻ്റെ ഒരു വെറൈറ്റീസ് ആണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ ഒരു വെറൈറ്റി സ്റ്റിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിലും നമ്മൾ കാണുന്നത്. അപ്പം നമ്മൾ എപ്പോഴും കാണുന്നത് ചെക്കോട്ട ഓർഗൻഡി മെറ്റീരിയലിലാണ് ഞാൻ കൂടുതൽ ചെയ്ത് നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കുന്നത്. അപ്പം ഇന്ന് നമ്മൾ വ്യത്യസ്തമായ വേറൊരു വെറൈറ്റിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് മെറ്റീരിയലിൽ. ഇന്ന് ക്രിസ്പി ജോർജറ്റ് മെറ്റീരിയലിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതൊരു കസ്റ്റമൈസ്ഡ് ഓർഡറാണ്. നിങ്ങൾക്കും ഇതുപോലെ തന്നെ കസ്റ്റമൈസ്ഡ് ചെയ്ത് വേണം എന്നുണ്ടെങ്കിൽ പറഞ്ഞേച്ചാൽ മതി, അതുപോലെ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഈ വീഡിയോയുടെ ഇടയ്ക്ക് ഞാൻ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ടാകും. അതിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്തേച്ചാൽ മതി, നിങ്ങളുടെ റിക്വയർമെൻറ്റ്സിനനുസരിച്ച് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അതല്ല ഇൻ കേസ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ പ്ലെയിൻ മെറ്റീരിയൽ ഉണ്ട്, അത് എൻ്റെ കയ്യിലോട്ട് തന്നിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതായാലും എനിക്ക് അയച്ചു തന്നേച്ചാൽ മതി, അങ്ങനെയായാലും ചെയ്തു തരാം. ഈ ഒരു മെറ്റീരിയൽ ഇന്ന് ഞാൻ പറഞ്ഞ ക്രിസ്പി ജോർജറ്റ് മെറ്റീരിയൽ ചെയ്തു എന്ന് പറഞ്ഞത്, അതും കസ്റ്റമർ നമുക്ക് എൻ്റെ അഡ്രസ്സിൽ അയച്ചു തന്നിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. അവരൊരു ബഡ്ജറ്റ് പറഞ്ഞിട്ടുണ്ട്, ആ ബഡ്ജറ്റിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. അപ്പം ആദ്യം തന്നെ നമുക്ക് ഈ സാരി ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പം ഈ സാരി ഒരു പെയിൽ യെല്ലോ കളർ എന്ന് വെച്ചാൽ ഒത്തിരി ബേബി യെല്ലോ അല്ല, കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡാണ്. ലെമൺ യെല്ലോയും അല്ല, അതിൻ്റെയൊക്കെ മിഡിലായിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡാണ്. അപ്പോൾ ഇതാണ് സാരി. ക്രിസ്പി ജോർജറ്റ് ആണ്, ഉടുക്കാൻ നല്ല സുഖമായിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഉടുത്തെടുത്ത് കിടന്നോളും. നമ്മുടെ ബോഡി സ്ട്രക്ചറൊക്കെ അതുപടി എടുത്ത് കാണിക്കുന്ന ഒരു മെറ്റീരിയലാണ്. ഇത്തിരി ഹെവി എന്ന് വെച്ചാൽ തൂങ്ങിക്കിടക്കുന്ന വെയിറ്റുള്ള മെറ്റീരിയലാണ്, തൂങ്ങിക്കിടക്കും. പക്ഷേ ഉടുത്താൽ നല്ല നമ്മുടെ ബോഡി സ്ട്രക്ചർ നമുക്ക് നല്ലോണം കിട്ടുന്ന ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഇത് മുന്താണിയുടെ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു ഡിസൈൻ, ഇത് ബ്ലാക്കും ആഷും വൈറ്റും വരുന്ന ബ്ലാക്കിൻ്റെ ഡബിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് വീഡിയോയിൽ ഈ മെറ്റീരിയലിൻ്റെ കളർ കൃത്യമായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുന്നില്ല. ഒരു നല്ലൊരു യെല്ലോ ഷെയ്ഡ് സാരിയാണ്. അപ്പം അതിൻ്റെ തന്നെ ഒരു ഡിസൈൻ മുന്താണിയുടെ ഇപ്പുറത്തെ സൈഡിലും അതേ തന്നെ ഒരു ഡിസൈൻ ഉണ്ട്. അപ്പം മുന്താണിയുടെ രണ്ട് സൈഡിലും ഈ ഒരു ഡിസൈൻ ഉണ്ട്. ഈ ഡിസൈനിൻ്റെ ലെങ്ത്ത് 5 ഇഞ്ചാണ്. ഡിസൈൻ്റെ ബ്ലൂ പ്രിൻ്റ് വീഡിയോയുടെ അവസാനം ഇട്ടിട്ടുണ്ടാകും. അപ്പം ഇങ്ങനെ രണ്ട് ഡിസൈനാണ് സാരിയുടെ. മുന്താണിയുടെ രണ്ട് എൻഡിലും ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ റണ്ണിങ് പോർഷനിലും ഇതുപോലത്തെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് റണ്ണിങ് പോർഷനിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രണ്ടിലാണ്. ഇത് സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്നതാണ്, ഒത്തിരി ഹെവി വർക്കൊന്നുമില്ല. ഫ്രണ്ടിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് 3 ഡിസൈനാണ്. ഇതുപോലത്തെ 3 ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. ഒരു 2 ഇഞ്ച് ഗ്യാപ്പിലാണ് നമ്മൾ 3 ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിൽ. പിന്നെ വരുന്നത് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനും ലെഫ്റ്റ് ലെഗ് ബോട്ടം പോർഷനിലും ഇതുപോലെ തന്നെ ഒരു ഡിസൈൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കാലിൻ്റെ പോർഷനിൽ റൈറ്റ് ലെഗിലും അതുപോലെ തന്നെ ലെഫ്റ്റ് ലെഗിലും. ഇതിപ്പോൾ റൈറ്റ് ലെഗിലാണ്. അതുപോലെ തന്നെ ലെഫ്റ്റ് ലെഗ് പോർഷനിലും സ്റ്റാൻഡിങ് പൊസിഷനിലും ഇതുവരെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഡിസൈനാണ്. അപ്പോൾ ഈ ഒരു കളർ കോമ്പിനേഷനാണ് ഇതിൻ്റെ അകത്ത് എടുത്ത് നിൽക്കുന്നത്. ആ ഒരു യെല്ലോയിൽ ബ്ലാക്കിൻ്റെ ഡബിൾ ഷെയ്ഡ് ത്രെഡ് വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇത് 6 സ്ട്രാൻഡ്സ് ഇട്ടിട്ടാണ് നമ്മൾ ഫ്ലവേഴ്സും ഫ്ലവറിൻ്റെ നടുക്കുള്ള ഫ്രഞ്ച് നോട്ടും തയ്ച്ചിരിക്കുന്നത്. സ്റ്റെമ്മും ലീഫും നമ്മൾ തയ്ച്ചിരിക്കുന്ന 3 സ്ട്രാൻഡ്സ് യൂസ് ചെയ്തിട്ടാണ്. പിന്നെ വന്നിട്ട് ഇതിൻ്റെ വിത്ത് ബ്ലൗസ് പീസാണ്. അപ്പോൾ ബ്ലൗസ് പീസിൻ്റെ സ്ലീവിലും ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അത് ഫുൾ ഒത്തിരി ലെങ്തി ആയിട്ടല്ല, ഒരു ഫ്ലവറും ഒരു ബഡും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആക്ച്വൽ ഡിസൈനിൽ 2 ബഡും ഒരു ഫ്ലവറുമാണ്, സ്ലീവിൽ ഒരു ബഡ് കുറവാണ്. പിന്നെ ലെങ്ത്തും കുറച്ചിട്ടുണ്ട്. ഒത്തിരി നീണ്ടു നിൽക്കുന്ന തണ്ടല്ല വെച്ചേക്കുന്നത്, കുറച്ചായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സാരി. ഇതിൻ്റെ അകത്ത് ഫ്രണ്ടിൽ 3, മുന്താണിയിൽ 2, റണ്ണിങ് പോർഷനിൽ 1, കാലിൻ്റെ 2 പോർഷനിലും ഓരോന്ന്. പിന്നെ രണ്ട് സ്ലീവിൻ്റെ നടുക്കായിട്ട് ഒരു ഡിസൈൻ. ഇങ്ങനെയാണ് ഈ സാരി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് കസ്റ്റമൈസ്ഡ് ഓർഡറാണ്. നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തു തരുന്നതായിരിക്കും. ഏത് മെറ്റീരിയലായാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് ഇനി എങ്ങനെയാണ് തയ്ക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇനി കാണിക്കാൻ പോകുന്നത്. ഈ ഒരു സ്റ്റിച്ച് നല്ല തിക്കായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റിച്ചാണ്. അന്ന് എളുപ്പത്തിൽ നമുക്ക് ചെയ്ത് തീർക്കാനും പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസൈൻ. ബ്ലൗസിൻ്റെ സ്ലീവിലത്തെ ഡിസൈനാണ് ഇത് കുഞ്ഞതായിട്ട് വരച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ബ്ലാക്കിൻ്റെ ഡബിൾ ഷെയ്ഡാണ്. അതിൻ്റെ കളർ ത്രെഡ് കോഡ് നമ്മളുടെ ഇതുപോലെയാണ്. ഇതിൻ്റെ അകത്ത് കോഡ് എഴുതിയിട്ടില്ല. രണ്ടിടത്തും ആങ്കറിൻ്റെ ഇതാണ് വെച്ചിരിക്കുന്നത് കോഡ്, അതുകൊണ്ട് എനിക്കറിയത്തില്ല. ഇങ്ങനെയാണ് ഈ ഒരു ത്രെഡിൻ്റെ കളർ വരുന്നത്. ബ്ലാക്കും ആഷും വൈറ്റും കൂടെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫ്ലവർ തയ്ക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഫ്ലവർ ബഡ് ഞാൻ തയ്ച്ച് കാണിച്ചു തരാം.
ആദ്യം നമ്മൾ 6 സ്ട്രാൻഡ്സ് ആണ് എടുക്കുന്നത്. അതിങ്ങനെ എടുക്കുക, താഴെ ഈ ഒരു പോർഷനിൽ നിന്ന് താഴത്തു നിന്നാണ് നമ്മൾ കുത്തിയെടുക്കുന്നത്. ഇങ്ങനെ എടുത്തിട്ട് ഇവിടം വരെയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ചെയിൻ അല്ലെങ്കിൽ ലേസി ഡേസി തയ്ക്കുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ തന്നെ എടുത്താണ് നമ്മൾ ഇതിൽ കൂടെ അകത്തേക്കൂടെ അടിയിൽ കൂടെ ഇങ്ങനെ ത്രെഡ് വലിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ തയ്ക്കുന്നത്. ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈക്വലായിട്ട് എടുക്കത്തില്ല, സെയിം പോയിന്റിൽ നിന്നല്ല നമ്മൾ എടുക്കുന്നത് ഇങ്ങനെ കുറച്ചും കൂടെ മേളിലായിട്ടാണ് കുത്തിയെടുക്കുന്നത്. ഇവിടെ സെയിം പോയിന്റിലല്ല, കുറച്ചും കൂടെ മേളിലായിട്ട് മാറിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇങ്ങനെ എടുക്കുവാണ്. അപ്പോൾ നമ്മൾ ഓയിസ്റ്റർ സ്റ്റിച്ചൊക്കെ തയ്ക്കാൻ നേരത്ത് അതുവരെ എടുക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ചെരിച്ച് ഇങ്ങനെ മേളിൽ കൂടെ പോയിട്ട് നീഡിലിൻ്റെ താഴത്തേക്ക് കൂടെ ഇങ്ങനെ എടുക്കുന്നു. അപ്പം നമുക്ക് ട്വിസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയിൻ തയ്ക്കുന്നത്, സെയിം പോയിന്റിൽ നിന്നല്ല. എന്നിട്ട് താത്തുക. ഇങ്ങനെയാണ് നമ്മൾ തയ്ക്കുന്നത്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം, കുറച്ചും കൂടെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട്. താഴത്ത് കുത്തിയെടുക്കുക. നമുക്ക് എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ എടുക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് മേലെയാണ് നമ്മൾ എടുക്കുന്നത്. എന്തോരം ഗ്യാപ്പ് മേലെ നിന്ന് എടുക്കണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണെന്ന് വെച്ചാൽ ചില ഫ്ലവർ ഒത്തിരി നീണ്ട ഫ്ലവർ ബഡ് അല്ലെങ്കിൽ ഫ്ലവർ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മേളിൽ പോയിട്ട് നമുക്ക് എടുക്കാം. അതല്ല താഴത്ത് ട്വിസ്റ്റിങ് അധികം കാണണ്ട, ഫ്രീ സ്പേസ് അധികം കാണണ്ടെന്നുണ്ടെങ്കിൽ അടുത്തായിട്ടും നമുക്ക് എടുക്കാം. അത് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് എടുക്കാം, എത്ര ഗ്യാപ്പ് വിട്ടിട്ട് വേണം ഈ മേളിൽ കുത്തണ്ടേ എന്നുള്ളത്. ഇങ്ങനെയാണ് നമ്മൾ തയ്ക്കേണ്ടത്. പിന്നെ ഈ ക്രിസ്പി ജോർജറ്റിൽ തയ്ക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് നമ്മൾ ഫേസ് ചെയ്യുന്നത്, ഇത് ഭയങ്കര ഇത് അകന്ന് പോകും. അപ്പോൾ ഫ്രഞ്ച് നോട്ടൊക്കെ തയ്ക്കണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. വലിക്കുമ്പോൾ ഒത്തിരി ഇതായി പോകും, വലിഞ്ഞു പോകും, തുണി അങ്ങോട്ട് അകന്ന് പോകും. അപ്പോൾ അത് ഇച്ചിരി സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. തയ്ക്കുമ്പം ചൂസ് ചെയ്യുന്ന സ്റ്റിച്ചസ് കുറച്ച് സൂക്ഷിക്കണം. അല്ലെങ്കിൽ എല്ലാ സ്റ്റിച്ചസും ക്രിസ്പി ജോർജറ്റിൽ തയ്ച്ച ഇപ്പോൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച്, ഒരു ഫുൾ ഫ്ലവർ ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ് തയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ നടുക്ക് ഹോള് വരും, നല്ല വലിയ ഹോളായിരിക്കും വരുന്നത്. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലാവും. അപ്പോൾ അതൊക്കെ തയ്ക്കുമ്പോൾ എടുക്കുന്ന ഡിസൈൻ നമ്മൾ കുറച്ച് നോക്കിയിട്ട് വേണം ഒരേ മെറ്റീരിയൽ അനുസരിച്ച് എടുക്കാനായിട്ട്. ഇതുപോലെ നമുക്ക് തയ്ക്കത്. ഇപ്പോൾ ആ ഒരു ഡബിൾ കളർ ആയതുകൊണ്ട് ആ കളർ ചേഞ്ച് ചെയ്ത് കാണുമ്പം ഒരു പ്രത്യേക ഭംഗിയാണ്. പ്രത്യേകിച്ച് ഈ ബ്ലാക്കൊക്കെ എല്ലാ കളറിലും നമുക്ക് സൂട്ടാവുന്ന ഒരു കളറല്ല. അപ്പോൾ ബ്ലാക്ക്, യെല്ലോ, വൈറ്റ് അങ്ങനെയുള്ള ഇതിലൊക്കെ ചെയ്താൽ നല്ല ഭംഗി ഇത് നമുക്ക് കിട്ടും. നീരെല്ലാം മേളിൽ കൂടെ പിന്നെ താഴത്തേക്കൂടെ ഇങ്ങനെ. ഇത് അടുപ്പിച്ചടുപ്പിച്ച് തയ്ച്ചേക്കുന്നതാണ്. അങ്ങനെയാണ് നമ്മൾ ഈ ഫ്ലവർ ആയാലും ബഡ് ആയാലും തയ്ച്ചിരിക്കുന്നത്. ഈ ഒരു സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും 6 സ്ട്രാൻഡ്സ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. എന്നാലും അതിൻ്റെ വളഞ്ഞ് വരുന്നതൊക്കെ നമുക്ക് എടുത്ത് പ്രൊജക്റ്റ് ചെയ്ത് കാണുകയുള്ളൂ. ഇപ്പോൾ ഇതേ ഫ്രഞ്ച് നോട്ട് തയ്ക്കാൻ നേരത്തെ നിങ്ങൾക്ക് കാണാം, ഇവിടേക്ക് എന്തോരം ഗ്യാപ്പാണ്. ഇവിടെയൊക്കെ ഹോള് നല്ല മാതിരി ഉണ്ട്. അപ്പം അങ്ങനെ ഹോളുള്ള പോർഷനിൽ നമ്മൾ തയ്ക്കാൻ നേരത്ത് അധികം ഗ്യാപ്പ് ഇല്ലാത്ത പോർഷനിൽ എടുക്കുക. എന്നിട്ട് ഒന്ന് ചുറ്റിയിട്ട് അവിടെ ആ ഹോളിലോട്ടാണ് ഞാനിപ്പോൾ താത്തിയിട്ടുണ്ട്. മുറുക്കെ വലിക്കാതിരിക്കുക, അതവിടെ ഇരുന്നോളും. നമ്മുടെ അലക്കുമ്പോൾ പോകും എന്ന് നിങ്ങൾ വാഷ് ചെയ്യുമ്പം അത് ഊരി പോവില്ലേ, ഇപ്പം മുറുക്കി വലിക്കാത്തതുകൊണ്ടല്ലേ പോകാത്തേ എന്നുള്ള ചിന്ത നിങ്ങൾക്ക് വരും. അങ്ങനെ പോകാണ്ടിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇത് അവസാനം നമ്മൾ കെട്ടിടുമ്പോൾ, ഇതിപ്പോൾ നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ ഫ്രഞ്ച് നോട്ട് തയ്ച്ചു. ഇനിയിപ്പോൾ ഇവിടെ ഒരു ഇത്തിരി ഗ്യാപ്പ് ഉണ്ട്, അവിടെയും കൂടെ നമുക്കൊരു ഫ്രഞ്ച് നോട്ട് തയ്ക്കാം ആ ഗ്യാപ്പിലൂടെ. അപ്പം ഇങ്ങനെ ഇപ്പം നമ്മുടെ ഗ്യാപ്പെല്ലാം ഫില്ലായിട്ടുണ്ട്. ഇനി നമ്മൾ കെട്ടിടാൻ നേരത്ത് ഇപ്പം നോക്ക്, ഇതിൻ്റെ അത് നിറച്ചും നമ്മുടെ യെല്ലോയിൻ്റെയും അതെല്ലാം ബ്ലാക്കിൻ്റെ ഡബിൾ ഷെയ്ഡിൻ്റെ ത്രെഡ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിരിക്കുന്ന കാണാം. ഒന്നോടെ ഉറപ്പ് വരുത്താൻ വേണ്ടി ഇത് ക്രോസ് ചെയ്തിട്ട് നമുക്ക് കെട്ടിയിടാം. എന്ന് വെച്ചാൽ ഇവിടെ ഉടക്കി ഇങ്ങനെ എടുക്കുന്നു, ഇത് ഇങ്ങോട്ടേക്ക് ഒന്നും എടുക്കുവാണ്. അപ്പോൾ ഇത് ക്രോസ് ആയിട്ടുണ്ടല്ലോ, ഇനി ഇങ്ങോട്ടും എടുത്തിട്ട് ഒന്ന് കെട്ടിടുവാണെങ്കിൽ നമ്മൾ തയ്ച്ചേക്കുന്നത് ഊരിപ്പോരും എന്നുള്ളൊരു പേടി നമുക്ക് വേണ്ട. ഇനിയിപ്പോൾ നമ്മൾ അലക്കിയാലോ അയൺ ചെയ്യുമ്പോഴോ എന്തൊക്കെ കാണിച്ചാലും അത് താഴത്തെ ഹോളിൽ കൂടെ ഊരി താഴത്തോട്ട് ഇറങ്ങിപ്പോരും എന്നുള്ളൊരു പേടി വേണ്ട.
നമ്മൾ കെട്ടിടാൻ നേരത്തെ അതുപോലെ ഒന്ന് ചെയ്താൽ ഒന്ന് ക്രോസ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എങ്ങനെയാണ് ബൂളിയൻ നോട്ട് ഇങ്ങനെ ഗ്യാപ്പ് ഉള്ളതിലൊക്കെ തയ്ക്കാൻ നേരത്തെ ശ്രദ്ധിക്കണ്ടേ എന്നുള്ളത്. അപ്പം ഇങ്ങനെ നമ്മൾ ബൂളിയൻ നോട്ടും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബഡിൻ്റെ താഴത്തേക്കുള്ള ഈ ഒരു പോർഷൻ തയ്ക്കാനാണ്. അത് തയ്ക്കാനായിട്ട് നമ്മൾ 3 സ്ട്രാൻഡ്സ് എടുത്തേക്കുന്നത് ലൈറ്റ് ഒരു ഗ്രീൻ ആണ്. അതിൻ്റെ കളർ കോഡ് 258 ആണ് കളർ കോഡ്. അപ്പോൾ അത് തയ്ക്കാനായിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ആദ്യം പുറത്തുള്ള ഔട്ട്ലൈൻ കൊടുക്കുക. അത് കഴിഞ്ഞിട്ടാണ് ഉള്ളിൽ നമ്മൾ തയ്ക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ എങ്ങോട്ടൊക്കെയാണ് ഔട്ട്ലൈനാണ് തയ്ക്കുന്നത്. ഇങ്ങനെ നമ്മൾ തയ്ച്ചു. ഇനി ഇതിൻ്റെ ഗ്യാപ്പ് ഉള്ളിൽ ഫില്ല് ചെയ്യാണ്. അപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ ഇടയിലോട്ടാണ് കയറ്റുന്നത്. തയ്ച്ചതിൻ്റെ ഇടയിലോട്ടാണ് താത്തുന്നത്. ഇനി ഇടയിന്ന് അവിടെ ഇതുപോലെ തന്നെ ഇടയിന്ന് ഇങ്ങനെ എടുത്തിട്ട് താഴത്തോട്ട് ഫുള്ളും കൊണ്ടുവരണ്ട, താഴത്തോട്ട്. അപ്പോൾ അവിടെ ഗ്യാപ്പ് നമ്മൾ കാണുന്നുണ്ട്. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ നമ്മളിനി നോക്കാം. ഇങ്ങനെ ഇടയിൽ കൂടെയൊക്കെ എടുത്താണ് നമ്മൾ ഈ ഒരു പോർഷൻ സാറ്റിൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. കയറി ഇറങ്ങിയൊക്കെ ചെയ്താലാണ് ആ ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ ഇതുപോലെ കയറി ഇറങ്ങിയൊക്കെ ആയിട്ട് നമ്മൾ ബഡിൻ്റെ താഴെ തയ്ച്ച് തീർത്തിട്ടുണ്ട്. ഇനി സ്റ്റെം സ്റ്റിച്ച് തയ്ക്കാനാണ്. സ്റ്റെം ഇതുപോലെ കുറച്ച് ഡിസ്റ്റൻസ് ആയിട്ട് എടുത്തിട്ടാണ് സ്റ്റെം സ്റ്റിച്ച് തയ്ക്കുന്നത്. ഇതുപോലെ സ്റ്റെം സ്റ്റിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അടിയിൽ ഒരേ സ്റ്റെം തയ്ച്ചു കഴിഞ്ഞിട്ടും അടിയിൽ കെട്ടിടാം. അല്ല എന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സ്റ്റെം സ്റ്റിച്ച് തയ്ച്ചു കഴിഞ്ഞല്ലെങ്കിൽ നമ്മളിതുപോലെ വേറെ ഏതെങ്കിലും സ്റ്റെമ്മോ ചെയിനോ ഏത് ആയിക്കോട്ടെ, സ്റ്റെം തയ്ച്ചു കഴിഞ്ഞിട്ട് ലീഫിലോട്ട് പോകാനായിട്ട് നമ്മളിവിടെ താത്തിയിട്ട് ഇങ്ങനെ താത്തി എടുത്ത് ലീഫിൻ്റെ അടുത്തോട്ട് പോകാം, കെട്ടിടാണ്ട് തന്നെ. ഇതിപ്പോൾ ഇവിടെ താത്തി ഇനി ഞാനിവിടെ പൊക്കുകയാണ്. അപ്പോൾ ഇത്രയും കുഞ്ഞ് ഡിസ്റ്റൻസിൽ നമ്മൾ അടിയിൽ കൂടെ വലിച്ചാലും കാണാൻ പ്രത്യേകിച്ചൊന്നും പുറത്ത് കാണത്തില്ല. കാരണം അതിൻ്റെ ഒരു അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ താഴെ കെട്ടും കാണത്തില്ല, മേളിലേക്ക് കൂടെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇങ്ങനെ ത്രെഡ് വലിച്ചതും കാണാൻ പറ്റത്തില്ല. അല്ല ഇവിടെ താത്തിയിട്ട് നേരെ അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ ഇവിടുന്ന് ഇത്രയും ദൂരം വലിക്കുന്നത് നമുക്ക് ത്രെഡ് കാണും. ഇങ്ങനെ പോവുകയാണെങ്കിൽ കുറച്ച് ദൂരമേ ഉള്ളൂ, അത് പെട്ടെന്നിട്ട് കാണത്തുമില്ല. ഇനി ഇവിടെയും നമ്മൾ സാറ്റിൻ സ്റ്റിച്ചാണ് തയ്ക്കുന്നത്. വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ചെരിച്ചാണ് നമ്മൾ തയ്ക്കുന്നത്. ഫില്ലിംഗ് ആണ് ചെരിച്ചാണ്. പകുതി എടുത്ത് സാറ്റിൻ സ്റ്റിച്ച് തയ്ക്കുന്ന മാതിരിയല്ല, ചെരിച്ചാണ് നമ്മൾ തയ്ക്കുന്നത്. ഇതുപോലെ ചെരിച്ച് നമുക്ക് ലീവ്സും ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്ച്ച് തീർക്കാൻ പറ്റിയൊരു സ്റ്റിച്ചാണ്. 6 സ്ട്രാൻഡ്സ് ഒക്കെ ഇട്ട് തയ്ക്കുന്ന കാരണം പെട്ടെന്ന് തന്നെ ഫില്ലായി വരും ഒരു ഫ്ലവർ തന്നെ. പെട്ടെന്ന് തന്നെ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം, കാണാൻ നല്ല ഭംഗിയുണ്ടാകും. ഇപ്പോൾ ഈ ഒരു സ്റ്റിച്ചൊക്കെ തയ്ക്കുമ്പോൾ ഡബിൾ ഷെയ്ഡ് ത്രെഡും 6 സ്ട്രാൻഡ്സും ഇട്ട് തയ്ച്ചാലാണ് ആ ഒരു സ്റ്റിച്ചിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് തീർച്ചയായിട്ടും എഴുതി അറിയിക്കണം. പിന്നെ ഈ ഒരു ഡിസൈൻ പാറ്റേൺ സാരിയിൽ തയ്ച്ചേക്കുന്ന ഫ്ലവർ പാറ്റേണിൻ്റെ കുറച്ച് പോർഷനേ ഉള്ളൂ സ്ലീവിൽ തയ്ച്ചേക്കണേ. അപ്പോൾ ആ ഒരു ഫ്ലവർ പാറ്റേണിൻ്റെ ബ്ലൂ പ്രിൻറ്റ് വീഡിയോയുടെ അവസാനം ഇട്ടിട്ടുണ്ടാകും. അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ ലെങ്ത്ത് 5 ഇഞ്ചാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.